മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലയിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന തുടരുന്നു. 11ാം സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. ഇതിനിടെ ഇന്നലെ കണ്ടെത്തിയ അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടത്തിൽ അന്വേഷണം ആര് നടത്തും എന്നതിലാണ് ഇപ്പോൾ SIT-യിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, ഈ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ പുറത്തു വന്നത്. ഇന്നത്തെ പരിശോധന അതിൻ്റെ സ്വഭാവം ഏതു തരത്തിലാണ്? കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ഇന്നലെ കണ്ടെത്തിയ അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടം, അതിൽ അന്വേഷണം പോലീസാണോ നടത്തേണ്ടത് അതോ SIT ആണോ നടത്തേണ്ടതെന്നൊരു ആശയക്കുഴപ്പം പരിഹരിക്കപ്പെടാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ റഹീസ്? ഇന്നത്തെ പരിശോധനയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 11ാം സ്പോട്ടിലാണ് പരിശോധന നടന്നത്. 11ാം സ്പോട്ട് ഈ കാണുന്ന വഴിയിലൂടെ അകത്തേക്ക് കയറിപ്പോയിട്ടാണ് പോലീസ് ഈ സ്പോട്ട് പരിശോധിച്ചിട്ടുള്ളത്. രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി ഈ സ്പോട്ട് പരിശോധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഏതാണ്ട് അല്പസമയം മുൻപ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് SIT സംഘം പൂർണ്ണമായും മടങ്ങിയിട്ടില്ല. അവിടെ സാക്ഷിയുമായിട്ടുള്ള ഒരു സംഘം ആദ്യമേ തന്നെ ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സാധാരണഗതിയിൽ രാവിലെ നടക്കുന്നത് അതാണ്. ഈ പരിശോധന കഴിഞ്ഞാൽ ഉടനെ സാക്ഷിയുമായി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ പോകും. ആദ്യ സ്പോട്ട് പരിശോധിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ കാര്യമായി ഒന്നും തന്നെ ഇവർ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 11ാം സ്പോട്ടിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ സ്പോട്ടിലെ പരിശോധന ഇപ്പോൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതേ ഇവിടെ ഈ പച്ച തുണി കൊണ്ട് കെട്ടിമറച്ചിരിക്കുന്ന പങ്കുവെക്കുന്നത് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ, ധർമ്മസ്ഥലയിലെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തൽ, അതിന്റെ ഭാഗമായുള്ള SIT-യുടെ അന്വേഷണം, സ്ഥലത്തുള്ള പരിശോധന, അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് മുഹമ്മദ് റഹീസ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണ് മാറ്റിയുള്ള പരിശോധന ഈ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. 11ാം സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. ഇന്നലെ അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൽ അന്വേഷണം ആരാണ് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് SIT ആണോ അതോ പോലീസാണോ അന്വേഷിക്കേണ്ടത്, ധർമ്മസ്ഥല പോലീസാണോ അന്വേഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴുണ്ട്. മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, തുടരാം. റഹീസ്, 12ാമത്തെ സ്പോട്ട് ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ടാണ് ഈ മണ്ണുമാന്തി യന്ത്രം നിലവിൽ ഇപ്പോൾ 11ാം സ്പോട്ടിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ സ്പോട്ടിലെ പരിശോധനയിൽ നിന്നും കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കൃത്യമായ ഓർഡറിൽ പോവുകയാണെങ്കിൽ ഇനി 2 സ്പോട്ടുകളാണ് ബാക്കിയുള്ളത്. 12ഉം 13ഉമാണ്. 12 കൂടി ഈ വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 13 വരുന്നത് സ്നാനഘട്ടത്തിന് വലതുവശമുള്ള റോഡിലാണ്. അവിടെ ഒരു വലിയ ഏരിയ തന്നെയാണ് 13ാം സ്പോട്ടായി മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ പ്രദേശം മുഴുവനും പരിശോധിക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരു സ്പോട്ട് കൂടി പരിശോധിക്കുക, അതായത് ഈ 12ാം സ്പോട്ട് കൂടി പരിശോധിച്ച് നാളെയോടുകൂടി 15 സ്പോട്ട് പരിശോധിച്ചുകൊണ്ട് അതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വനമേഖലയിലേക്ക് ശരി, മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു പക്ഷേ 12ാം സ്പോട്ടിലും പരിശോധന നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുഹമ്മദ് റഹീസ് അവിടെ നിന്ന് പങ്കുവെക്കുന്ന വിവരം. നാളെയോടുകൂടി ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ SIT കരുതുന്നത്. അതിനിടയിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ഒരുപക്ഷേ പരിശോധന നീളാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ പരിശോധനയിൽ ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.